അപ്പൊ ഞങ്ങൾ ഇന്ന് ബ്രോഡ്വേയിൽ വന്നിട്ടാണ്. ബ്രോഡ്വേയിലുള്ള വിശേഷങ്ങൾ കാണാം. ഭയങ്കര ക്രൗഡാണ് അവിടെ. നമ്മളിപ്പോ പോയി കണ്ടു നോക്കിയിട്ട് വരാവേ. ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതോടെ ഇതാണിപ്പോ MG റോഡിന്റെ സ്ഥിതി. നിറയെ വാഹനങ്ങളാണ് റോഡ് നിറയെ. സാധാരണ ഇത്ര ബ്ലോക്ക് ഉണ്ടാവാറില്ല, എന്നാലും ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ, പക്ഷെ ഇച്ചിരി കൂടുതലാണ്. ഇപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. ഭാഗ്യത്തിന് ഞാൻ എത്തിയ തൊട്ടു പിന്നാലെ ഒരു ചേട്ടൻ ബൈക്ക് എടുക്കണ്ടായിരുന്നു. ഉടനെ ഞാൻ ഒന്നും നോക്കില്ല, അങ്ങോട്ട് വണ്ടി കുത്തിക്കെത്തി. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബ്രോഡ്വേയിലേക്ക് വെച്ചു പിടിക്കാം. ബ്രോഡ്വേയിലേക്ക് കടക്കാൻ പല വഴികളുണ്ടെങ്കിലും ഈ വഴിയാണ് ഞാൻ കയറിയത്. കയറുന്ന ഭാഗത്ത് തന്നെ നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. മാനുഫാക്ചറിംഗ് ഡിഫക്ട് കൊണ്ട് പൊക്കം 5-2 നിന്ന് പോയിട്ടുണ്ടായി. ഞാൻ അതിലിപ്പോ ശരിക്കും ഖേദിക്കുന്നുണ്ട്, കാരണം ഞാൻ നടുക്കാണ് പെട്ടുപോയത്. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം ആളുകളുടെ ഹൈറ്റ് കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. എന്നാലും വേങ്ങി വലിഞ്ഞ് ഞാൻ ഒരു വിധത്തിലൊക്കെ ഒരു സൈഡ് പിടിച്ചു. പതിവിലും വ്യത്യസ്തമായ വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷന് വേണ്ട എല്ലാം റോഡിന്റെ തുടക്കം മുതൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ബ്രോഡ്വേയിലേക്ക് കയറുമ്പോൾ ആകാശത്തും സൈഡിലും എല്ലായിടും ക്രിസ്മസ് ട്രീസും ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം കൊണ്ട് മിന്നി മറിഞ്ഞു നിൽക്കുമായിരുന്നു. റോഡിൽ ആളുകളും ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആണ്. ക്ലിപ്പ്, ബാൻഡ്, ഇതെല്ലാം ഇങ്ങനെ മിന്നി മിന്നി ക്രിസ്മസിന്റെ ലൈറ്റിന്റെ ആഘോഷം പോലെ തന്നെ ഇതും ഇങ്ങനെ മിന്നി 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 തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അത്തരത്തിലുള്ള കുട്ടി കുട്ടി ഐറ്റംസ് വെക്കാൻ നിൽക്കുന്നത് കൂടുതലും അതിഥി തൊഴിലാളികളാണ്. ബട്ട് ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യസ്ഥാനം. മേത്ര ബസാറാണ് ഗൈസ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അപ്പൊ നമുക്ക് ഇങ്ങനെ സൈഡ് പിടിച്ച് അങ്ങോട്ട് പോകാം. ഏകദേശം നമ്മൾ അവിടെ എത്തി. ആ കാണുന്ന പാർട്ടി ഷോപ്പിന്റെ തൊട്ട് സൈഡിലുള്ള ഭാഗം നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള മേത്ര ബസാർ. ഇതാ കാണുന്നതാണ് എൻട്രി പോയിന്റ്. പക്ഷെ അവിടെ ആളുകളെ കൊണ്ട് തിങ്ങി ഞെരുങ്ങി നിൽക്കാണ്. അങ്ങോട്ട് കയറാൻ നിന്ന് ചിലപ്പോൾ നമ്മളെ പൊടി പോലും കിട്ടില്ല. തടിക്ക് കേടുപാട് പറ്റാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ റോഡ് പിടിച്ചു. ഈ റോഡിലും വെറൈറ്റി സ്റ്റാർസ് ആട്ടോ കൂടുതലുള്ളത്. പിന്നെ ദാ ഒരു സാൻഡ് അടിച്ച സാധനം കൊണ്ട് കിളി പോയ പോലെ മലന്നടിച്ച് കിടക്കുന്നുണ്ട്. LED ലൈറ്റ് ഇട്ട് മിന്നിക്കുന്ന ഒരു പുൽക്കൂട് സെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പുൽക്കൂട്ടി വെക്കാനുള്ള ഉണ്ണീഷും ടീമിന്റെയും വെറൈറ്റി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സും പിന്നെ പേപ്പർ സ്റ്റാർസ് അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറെ സാധനങ്ങൾ വേറെ. ഇതാ ഒരു സാൻഡയുടെ മുഖം മൂടി ഉണ്ട്. ഇവിടെ മൊത്തം സ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാന്താക്ലോസുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അതിലേക്ക് കയറി പോയി തടി കൂടാവുന്നുള്ളതാണ് ആ വഴി ഞാൻ പോകാറുള്ളത്. ക്രിസ്മസിന് സ്റ്റാർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബെൽസും. അതും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും UK നിന്ന് ഇറക്കുമതി ചെയ്ത പോലെ സ്നോ വീണ ട്രീസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലൊരു കളറും വെറൈറ്റിയും ആയിട്ടാണ് ഇവിടെ ഇത്തവണ ക്രിസ്മസിന്റെ ഡെക്കറേറ്റ് ഐറ്റംസ് വന്നിരിക്കുന്നത്. ഇനി ശരിക്കും പറഞ്ഞ ഈ സൈഡിലേക്ക് ഒന്നും കാണാനില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മേത്ര ബസാറിൽ കയറാൻ പറ്റാത്ത വിഷമം മനസ്സിലൊതുക്കി ഞങ്ങൾ തിരിച്ചു കയറുവാണ് കേട്ടോ. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.